ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ യലഹങ്ക 5th ഫേസിൽ വിശാൽ മാർട്ടിന് ഓപ്പോസിറ്റായിട്ട് നടക്കുന്ന ഒരു മേളയാണ്. കാണാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ കണ്ടു കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ തോന്നിയത്. കണ്ടില്ല എന്ത് ഭംഗിയാണ്, വീഡിയോ ഒക്കെ എടുത്തത് എന്തുകൊണ്ട് നന്നായെന്ന് തോന്നുന്നു. ഈ മേളയാണെങ്കിൽ ഒരു 13th വരെ എങ്ങണ്ടേ ഉള്ളൂ, ജൂൺ 13th വരെ ഉള്ളൂ. നല്ല കുറേ കാര്യങ്ങൾ കാണാനും നമുക്ക് വാങ്ങിക്കാനൊക്കെ, പൈസ അത്യാവശ്യം കയ്യിലുള്ളവർക്ക് വാങ്ങിക്കാനൊക്കെ പറ്റും. കണ്ടില്ലേ സ്റ്റെത്തിൻ്റെ മോഡലിലൊക്കെ കുറേ വീട്ടിൽ വെക്കുന്ന കുറേ മോഡൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കയറി വരുന്ന സ്ഥലത്തൊക്കെ വെക്കാൻ പറ്റും. ഇതിനെന്തോ അശ്വമേധയോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അങ്ങനെ എന്താണ് എനിക്ക് റീജോ പറഞ്ഞു തന്നത്. അതിൻ്റെ തന്നെ പല ടൈപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് ഈ സെക്ഷനിൽ നിന്നൊന്നും വരാനാണെങ്കിൽ തീരെ മനസ്സുണ്ടായിരുന്നില്ല. എന്നാലും കണ്ട് പോയാലേ പറ്റത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവളുമാരാണെങ്കിൽ അവിടെ വളക്കടയിലോട്ട് പോയിട്ടുണ്ട്. വളക്കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിക്കിടുന്ന വളമല്ല, കയ്യിലിടുന്ന ബാംഗിൾസ്. ഓക്കെ, കുറേ കളക്ഷൻസ് ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. മെറിയാണെങ്കിൽ സ്നാപ്പിട്ട് തകർക്കുക. അപ്പോൾ ആ ചേട്ടാണെങ്കിൽ ഇവരിതെന്തോ കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. കൃപയാണെങ്കിൽ ഏതൊക്കെയോ വളയൊക്കെ എടുത്തിട്ട് കയ്യിലിട്ട് എടുക്കുന്നൊക്കെ ഉണ്ട്. കുറേയൊക്കെ കൊള്ളാം, കുറേയൊക്കെ കാണാൻ കൊള്ളാം, കുറേയൊക്കെ കയ്യിലിടാനും കൊള്ളാം. എല്ലാവർക്കും എല്ലാം ഒന്നും ഇഷ്ടപ്പെട്ടില്ലല്ലോ. ആ ചേട്ടൻ ആരെയോ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡിസ്റ്റർബ് ചെയ്തെന്ന് തോന്നുന്നു. കുറേ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് എന്താ എനിക്കിപ്പോൾ എന്നെ പറയണമെന്ന് തരത്തില്ല. ഞാൻ വരെ ഇട്ട് നോക്കി കയ്യിൽ വള. എനിക്കത് വലിയ രീതിയിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരുമാതിരി വെസ്റ്റ് ബംഗാളിലുള്ളവരൊക്കെ ഇടുന്ന പോലെ ഉള്ളതാണ് അത്. ഓക്കെ, ഇടുന്ന കോസ്റ്റ്യൂം അനുസരിച്ചിരിക്കും. ഇതെനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ഓക്കെ, ഫൈനായിട്ട് നമ്മൾ ഊരിയൊക്കെ കൊടുത്തു, വളയൊക്കെ ഊരി കൊടുത്തു. എന്നിട്ട് ഇനി അടുത്തത് കാണാനായിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ദേണ്ടന്നേരി അടുത്ത വള എടുത്ത് കാണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും ബോയ്സിൻ്റെ സെക്ഷനാണ്. അവിടെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇത് നോക്കി ഇതെന്താ ഇത്? കുറേ ഡ്രസ്സിൻ്റെ കളക്ഷൻസാണ്. നമ്മുടെ യലഹങ്ക ഭാഗത്തുള്ള ഗേൾസ്, മലയാളീസൊക്കെ കാണും. ഞാനിപ്പോൾ മലയാളം പറയുന്നതുകൊണ്ട് മലയാളീസിനല്ലേ മനസ്സിലാകത്തുള്ളൂ. എൻ്റെ ആ ഡ്രസ്സ് കണ്ടില്ലേ, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഡ്രൈ ഫ്രൂട്ട്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ എന്തോ എന്ന് പറഞ്ഞു തന്നു, എനിക്ക് മനസ്സിലായില്ല. പിന്നെ ആ ചേട്ടൻ എന്തൊക്കെയോ ഒരു ഫ്രൂട്ട്സ് എടുത്തിട്ട് ഞങ്ങൾക്കിങ്ങനെ തരുന്നുണ്ട്. കഴിച്ചു നോക്ക്, കൊള്ളാം, നല്ലതാ, വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞിട്ട് തരുന്നുണ്ട്. അതിൻ്റെ എന്തൊക്കെയോ പ്രയോജനങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തരികയാണ്. അതൊക്കെ എന്തായാലും കേട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തോ ജീരകം പോലത്തെ ഒരു സാധനം എടുത്തു തന്നു. എനിക്കത് ജീരകമായിട്ടാണ് തോന്നിയത്. പുള്ളി വേറെന്തോ ഒരു പേരാണ് പറഞ്ഞത്. ഇവരെല്ലാം അത് കഴിച്ച് നോക്കി. അത് കൃപയാണെങ്കിൽ അത് കഴിച്ച് മണത്ത് നോക്കിയിട്ട് മണമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നല്ല മണമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് റിജു അത് കഴിച്ചു. അവൾമാർക്കും കൊടുത്തു. എന്നിട്ട് എല്ലാവരും പറഞ്ഞു കൊള്ളാം, മധുരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ നോക്കി ജീരകത്തിന് മധുരമോ? എനിക്കും അവൾ തന്നു. ഞാനും കുറച്ചെടുത്ത് കഴിച്ച് നോക്കി. കുഴപ്പമില്ലായിരുന്നു. എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പയ്യെ അവിടുന്ന് സ്കൂട്ടാകാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പയ്യെ അവിടുന്ന് നടന്നു. ഓപ്പോസിറ്റ് നോക്കിയപ്പോൾ വീണ്ടും തുണിക്കട. കുറേ കളക്ഷൻസ് ഉണ്ട് ഗൈസ്. ഇപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. എല്ലാവർക്കും എല്ലാ ഡിസൈൻസൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഇത് കൊള്ളാം, ഇത് എനിക്കിഷ്ടപ്പെട്ടു, നൈസായിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതിപ്പം ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ചുരിദാറായിരുന്നല്ലോ. ആ ചേട്ടൻ ഞാൻ വ്ലോഗ് എടുക്കുന്നത് കണ്ടതും താഴോട്ടങ്ങ് പോയി. എന്ത് ചെയ്യാനാ. ഇനി അവിടുന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെ തോർത്തും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് വീട്ടിലിടാൻ പറ്റിയ ടൈപ്പ് കർട്ടൻസ് ഒക്കെ ഉണ്ട്. കർട്ടനൊന്നും ഒരു രക്ഷയില്ല ഗൈസ്. നല്ല അടിപൊളി കർട്ടൻ. എനിക്ക് എല്ലാത്തിൻ്റെയും ഡിസൈനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു രക്ഷയില്ല. പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ സ്വീറ്റ്സ് ഐറ്റംസ്, മുട്ടായി, ജീരകമുട്ടായി തന്നെ പല ടൈപ്പുണ്ട് ഗൈസ്. ജെംസ് ഉണ്ടായിരുന്നു, കുറേ ഉണ്ട്. അവിടെ കുറേ നേരം നിന്ന് കേട്ടോ. അതൊക്കെ കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര കളർഫുള്ളായിട്ടിരിപ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ നേരം കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ കണ്ടു വന്നു. ഇപ്പുറത്തോട്ട് തിരിഞ്ഞപ്പോൾ വീണ്ടും ഡ്രസ്സ്. ആസ് യൂഷ്വൽ ഡ്രസ്സ് കട കുറേ കൂടുതലുണ്ടായിരുന്നു. എനിക്കെൻ്റെ കളറൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ എന്തൊക്കെയോ പേരുണ്ട്, ഞാൻ അതൊന്നും വായിക്കാൻ നിന്നില്ല. കണ്ട് പെട്ടെന്ന് ഇങ്ങനെ പോന്നു.
പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും വീണ്ടും കുറച്ച് സ്വീറ്റ്സ് കട. എന്തൊക്കെയോ സ്വീറ്റ്സാണ്, എന്താണെന്ന് അറിയത്തില്ല. മിഠായി ഉണ്ട്, സ്വീറ്റ്സൊക്കെ കുറേ സ്വീറ്റ്സ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ വന്നു. പിന്നെ റിജു അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് കഴിച്ചു നോക്കുക, എങ്ങനെയുണ്ട്, നല്ലതാണോ. എല്ലാം ഒരേ മിഠായി തന്നെയാണെന്ന് തോന്നുന്നു ഗൈസ്. കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ, അതിൻ്റെ കവറിൻ്റെ കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇതാ ഗൈസ്, നമ്മൾ ഗേൾസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമല്ലോ, അത് സൂം ചെയ്തിട്ട് സൂം ആവുന്നില്ല. നല്ലൊരു മോതിരമാണ്. ഞാൻ സൂം ചെയ്യാൻ പറ്റുമോയെന്ന് സൂമായി. നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഗേൾസിന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ മാലയൊക്കെ കണ്ടില്ലേ ഗൈസ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, പോയി നോക്കാം. പക്ഷേ റേറ്റാണ് ഗൈസ്, റേറ്റ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ സാധാരണ ഒരു കടയിൽ പോകുന്നതിനെക്കാട്ടിലും റേറ്റ് നല്ല കൂടുതലാണ്. പിന്നെ ഒരു എക്സിബിഷനൊക്കെ പോലെ നമുക്ക് വേണമെങ്കിൽ കണ്ടിട്ടൊക്കെ തിരിച്ചു വരാമെന്ന് എനിക്ക് തോന്നുന്നു, അത്രയേ പറ്റുള്ളൂ. കുറേ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നൈസായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. എനിക്ക് ആ ലെയർ മാല ഇഷ്ടപ്പെട്ടു, അത് കൊള്ളാമായിരുന്നു. പിന്നെ അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പയ്യെ എസ്കേപ്പായി. ഇപ്പുറത്ത് വന്നപ്പോൾ തോണ്ടേ അടുത്തത് കഴിക്കുന്ന സാധനം. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു, കുറേയൊക്കെ നോക്കി. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, നല്ലതായിരുന്നു സാധനങ്ങളൊക്കെ. ഇത് കണ്ടില്ലേ, അത് അപ്പുറത്തെ കടയിലാണ്. ആ ചേട്ടൻ ഇങ്ങനെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന എന്തോ കാണിക്കുക, ഇതെന്തുവാന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നു. എന്തിലാട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് കുറേ ഫോട്ടോയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. അപ്പുറത്ത് വീണ്ടും ഫാൻസി കടയുണ്ട്. എന്നാലും ഫാൻസി കട കാണുമ്പോൾ അങ്ങോട്ട് പോകാൻ തോന്നും. ഇപ്പുറത്ത് കഴിക്കുന്ന കട. പിന്നെ ഫാൻസി കട, കമ്മൽ നമ്മൾ ഗേൾസിന് എപ്പോഴും ഒരു വികാരമാണല്ലോ ഗൈസ്. എന്തൊക്കെ വാങ്ങിച്ചാലും എത്ര വാങ്ങിച്ചാലും പിന്നെയും വാങ്ങിക്കൊണ്ടിരിക്കാൻ തോന്നത്തില്ലേ. കുറേയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കമ്മലൊന്നും നമ്മൾ ഇട്ടാലും ചേർത്തില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയില്ലേ. അങ്ങനെ കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കിനും ഒരു വെറൈറ്റി ഒരു കമ്മലുണ്ടായിരുന്നു. അത് ഞാൻ എനിക്ക് മിസ്സായെന്നറിയത്തില്ല. അത് ബ്രേസ്ലെറ്റ് ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടില്ലേ, നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലൊക്കെയുള്ള കമ്മൽ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കയ്യിലിടുന്ന ടൈപ്പ് ബാംഗിൾസ് എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ചെമ്പക്കപ്പൂവിൻ്റെ കൂടത്തെ കുറേ കമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ മോഡൽ കമ്മൽസ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് പോലും അറിയത്തില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുറേ നേരം നിന്നു, കുറേ നേരം നോക്കി വാങ്ങാൻ വേണ്ടി വന്നു. പിന്നെ ഈ സൂം ചെയ്ത് കാണിച്ചില്ലേ, ഇതെനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് കണ്ടു പോന്നു. വീണ്ടും വരെ സ്നാപ്പ് ഇടാനുള്ള തിരക്കിലാന്ന് തോന്നുന്നു. സ്നാപ്പൊക്കെ ഇട്ടോണ്ടിരിക്കുക. റിജോ ഭയങ്കരമായിട്ട് ഞങ്ങൾ കൂടെ നടന്ന് വന്നിട്ട് അതും ഇതൊക്കെ എടുക്കുന്നൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് പാവത്തിന് അറിയുമെന്ന് തോന്നുന്നു പോലെ എനിക്കറിയത്തില്ല. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറേ മലയാളീസിനെ കണ്ടു. മലയാളീസ് ഓൾമോസ്റ്റ് കുറച്ച് കൂടുതലുള്ള ഏരിയയാണ് നമ്മുടെ യലഹങ്ക. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ സ്റ്റോറിൽ നിൽക്കുന്ന ഈ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചേട്ടനും അമ്മയൊക്കെ ഉണ്ട്, അവരും മലയാളീസാണ്. അവരിതൊക്കെ ചോദിച്ചും പറഞ്ഞും ആ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കിയൊക്കെയാണ് സാധനം വാങ്ങിക്കുന്നത്. ഇതൊക്കെ വർക്കിംഗ് ആണോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എനിവേ അവരത് വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നത് വേർത്തായിട്ടുള്ളൊരു ഐറ്റം ആണെന്ന് തോന്നുന്നു. അവരത് വാങ്ങിച്ചു. ഇറ്റ്സ് ഗുഡ്. ഞാനിവരെന്തുവാ പറയുന്നതെന്ന് നോക്കിയോടെ നിൽക്കുക. ഞാൻ എന്തിനാണ് അവിടെ കുറേ നേരം നിന്നതെന്ന് തന്നെ എനിക്കറിയത്തില്ല. ഇവരിതുവരെ ആ ഫാൻസി കടയിൽ നിന്ന് വന്നിട്ടില്ല ഗൈസ്, എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കമ്മലും കൊള്ളാം, നല്ല രസമായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മലൊക്കെയാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുള്ളത്. എന്തൊക്കെയൊക്കെയോ കുറേ ടൈപ്പ് കമ്മലൊക്കെ ഉണ്ട്. അവർ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കുന്ന ഒരു തിരക്കിലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇതുവരെ കണ്ട സംഭവങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ അവരോടെന്തോ സംസാരിച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയിലോട്ട് കയറി വന്നതാണ്. എന്തോന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ ആ ചേട്ടൻ പറയുന്നതും ഇപ്പുറത്തേക്ക് അമ്മച്ചി പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേണ്ടി ഈ കടയിലുണ്ടല്ലോ 4 പാൻസ് എടുത്താൽ 1000 റുപ്പീസ്. അത് കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇത് പ്രൊഡക്റ്റ് തുണിയൊക്കെ തൊട്ട് നോക്കിയിട്ട് ഓക്കെ ആണ്.
4 പാൻറ്റിന് 1000 രൂപ കുഴപ്പമില്ലാത്തൊരു പ്രൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു തുണിക്കൊക്കെ. അവിടെ ഇന്ന് കുറേ നേരം അവർ പാൻസൊക്കെ നോക്കി പയ്യെ അവിടെ നിന്ന് വലിയാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴത്തേക്കിനും ചേട്ടൻ കുറേ തുണിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇത് നോക്കുക അത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചേട്ടൻ പറയുന്നത് എക്സിബിഷൻ ജൂൺ 13. അപ്പം ഞാൻ പറയാൻ വന്നത് ജൂൺ 13 വരെ ഉള്ളൂ ഈ എക്സിബിഷൻ. അപ്പോഴത്തേക്കിനും ഇതവിടെ തീരും. അവരവിടുന്ന് ഒരു പ്ലെയിനായിട്ടുള്ളൊരു പ്ലേസിൽ അവരിതൊക്കെ ചെയ്തിട്ടാണ് ഇതിങ്ങനെ തട്ടിക്കൂട്ടിയിരിക്കുന്നത്. അത് പൊളിച്ചുകൊണ്ട് അവർ പോകും. പുറത്ത് കുറേ ബുക്സൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് നമ്മൾ നോക്കിയത്. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ അപ്പം എനിക്ക് മൈൻഡിൽ തോന്നിയില്ല. നല്ല കുറേ ബുക്സുണ്ട്. അടിപൊളിയായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കി അങ്ങ് നിന്ന് കുറേ നേരം. പിന്നെ കുറേ ബോട്ടിൽ ആർട്ടും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അകത്തോട്ട് വന്നത്. ഇത് എന്ത് കടയാണോ എന്തോ. ഇതും എന്തൊക്കെ ഓരോരോ കട. അത് ഫ്രൈ ചെയ്യുന്ന ഐറ്റംസാണ്. നമ്മൾ ചിപ്സൊക്കെ പോലത്തെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോ ഭയങ്കര ലാഗാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ബാക്കിയെല്ലാം ഓടിച്ചിട്ട് പെട്ടെന്ന് കാണിച്ചു തരാം. നിങ്ങൾ പോയി കണ്ടിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറക്കണ്ട, ജൂൺ 13 എക്സിബിഷൻ ക്ലോസ് ആവുന്നത്. കണ്ടവരൊക്കെ കാണുക.